അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാ കൂട്ടുകാർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു. അൽഹംദുലില്ലാ, ഞങ്ങൾക്കും സുഖാണ്. അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോ കണ്ടോക്കി. വീഡിയോ കാണുമ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. അതേപോലെ തന്നെ നമ്മളെ വീഡിയോനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇന്നിതാ നമ്മൾ പതിവായി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം കിച്ചണിലെത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത് ഓട്ടടയാണ് കേട്ടോ. ഓട്ടടക്ക് ഞാൻ അരിയൊക്കെ തലേ ദിവസം വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടേന്. അപ്പോൾ അരിയൊക്കെ കഴുകി ജാറിലിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ച് ചോറും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഓട്ടടയ്ക്ക്. ചിലപ്പോൾ ചോറൊന്നും ചേർത്ത് കൊടുക്കലില്ല. അതേപോലെ തന്നെ കുറച്ച് തേങ്ങ ചിരവിയതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. തേങ്ങ ചിരവിയതൊക്കെ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. അധികം ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിക്കാരം. ഞാനിപ്പോൾ ഇന്ന് കറിയൊന്നും ഉണ്ടാക്കണില്ല കേട്ടോ. അപ്പോൾ കുറച്ചധികം തേങ്ങയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതാ മാവ് കുറച്ച് ലൂസായിട്ടുണ്ടായിന് കേട്ടോ. നല്ല ടൈറ്റ് ആയിട്ടുള്ള മാവാണ് നമുക്ക് ഓട്ടടക്ക് വേണ്ടത്. അപ്പോഴുള്ളൂ ഓട്ടട നല്ല പൊള്ളച്ച് വരിക. അപ്പോൾ ഞാൻ അരി അരച്ചെടുത്തപ്പോൾ തന്നെ കുറച്ച് ലൂസായിപ്പോയി. പിന്നെ ഞാൻ കുറച്ച് തിളച്ച വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ കേട്ടോ. ആ ജാറൊന്ന് ചുഴറ്റിയിട്ട് കുറച്ച് ചൂടുള്ള വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു. പിന്നെ ഞാൻ ഈ മാവുക്കും കുറച്ച് തേങ്ങ ചിരവിയത് ചേർക്കണുണ്ട് കേട്ടോ. അത് ചേർക്കണമെന്നൊന്നുമില്ല, ഞാൻ പറഞ്ഞല്ലോ ഞാൻ കറി ഉണ്ടാക്കണില്ല എന്നുള്ളത്. അപ്പോൾ തേങ്ങേൻ്റെ ഫ്ലേവർ നല്ലോണം നിന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇട്ട് കൊടുത്തതാണ് കേട്ടോ. എന്നിട്ട് ഒക്കെ കൂടെ നല്ലോണം ഇളക്കി കൊടുത്തു. പിന്നെ ഞാൻ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത്രേ ഉള്ളൂ കേട്ടോ ഓട്ടടൻ്റെ മാവ്. നമ്മുടെ വീഡിയോ കണ്ടിട്ട് ചില കൂട്ടുകാരൊക്കെ ഓട്ടട ഉണ്ടാക്കിയിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ടെന്നൊക്കെ കമൻറ്റിലൂടെ പറയലുണ്ട്. അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ സന്തോഷമാണ്. എന്നാൽ ചില കൂട്ടുകാർ പറയും ഓട്ടട ശരിയാവണില്ല എന്ന് പറയും. അപ്പോൾ അതുകൊണ്ടാണ് ഇന്നും ഞാൻ മാവ് ഉണ്ടാക്കുന്നത് കാണിച്ചത് കേട്ടോ. അപ്പോൾ ഇനി രാവിലെ അടുപ്പൊന്നും കത്തിക്കാൻ പോയിട്ടില്ല. ഞാൻ ഇവിടെ ഗ്യാസുമ്മ തന്നെയാണ് കേട്ടോ ഓട്ടട ഉണ്ടാക്കുന്നത്. അതേപോലെ തന്നെ ചില കൂട്ടുകാർ പറയും ഗ്യാസുമ്മൽ ഓട്ടട ഉണ്ടാക്കിയാൽ ശരിയായി കിട്ടൂല എന്ന്. ഗ്യാസുമ്മൽ ഓട്ടട ഉണ്ടാക്കിയാലും ശരിയാവുകയൊക്കെ ചെയ്യും. പിന്നെ അടുപ്പത്ത് ചുടുന്ന പോലെ തന്നെയാണ് കേട്ടോ ഗ്യാസുമ്മ ചുട്ടാലും. നമ്മൾ ചട്ടി നല്ലോണം ചൂടായിട്ട് മാവ് ഒഴിച്ചു കൊടുത്താൽ മതി. ചട്ടി ചൂട് ഇല്ലെങ്കിലാണ് ഓട്ടട റെഡിയാവാതെ നിൽക്കാം. അപ്പോൾ ഞാനിതാ ഫസ്റ്റത്തെ ഓട്ടട ചുട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓട്ടടയൊക്കെ നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. മാവ് കുറച്ചൊരു ലൂസാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, എന്നാലും വലിയ കുഴപ്പമൊന്നുമില്ല. ഒന്നും കൂടെ കുറുകിയിട്ടുള്ള മാവാകുമ്പോൾ ഓട്ടട ഒന്നും കൂടെ പൊള്ളച്ച് വരും കേട്ടോ. അപ്പോൾ ഇതാ കണ്ടില്ലേ, നല്ല ഹോൾസുള്ള ഓട്ടടയാണ് കേട്ടോ നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഹോൾസുള്ള ഓട്ടട കിട്ടാൻ ഇതേപോലെ മാവ് ഒഴിച്ചിട്ട് ഒന്ന് തുറന്ന് വെച്ചാൽ മതി. എന്നിട്ട് ആ ഹോൾസ് ഇങ്ങനെ വരുമല്ലോ, ആ വരുന്ന സമയത്ത് അടച്ച് വെച്ചാൽ മതി. ഇനി പൊള്ളച്ച ഓട്ടടയാണ് കിട്ടണമെന്നുണ്ടെങ്കിൽ മാവ് ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ അപ്പം തന്നെ അടച്ച് വെച്ചാൽ മതി. അപ്പോൾ നല്ല പൊള്ളച്ചിട്ടുള്ള ഓട്ടടയായിട്ടും കിട്ടും. പിന്നെ ഞാൻ എല്ലാ വീഡിയോയിലും പറയലുണ്ട്, ഓട്ടട ചുടുന്ന വീഡിയോയിലൊക്കെ പറയലുണ്ട്, ഓട്ടടൻ്റെ ചട്ടി ക്ലീനായി കിട്ടാൻ വാഴൻ്റെ ഇല വെച്ചിട്ട് തുടച്ചാൽ അപ്പത്തിൻ്റെ അടിയിൽ ഇങ്ങനെ ഈ എന്താ പറയുക കരിയണ ആ ഒരു ഇതുണ്ടാവുമല്ലോ, കറുത്ത കളർ ഉണ്ടാവുമല്ലോ, അതുണ്ടാവില്ല കേട്ടോ. ചട്ടി നല്ലോണം ക്ലീനായി കിട്ടും ചെയ്യും. അപ്പോൾ ഓട്ടടയൊക്കെ ചുട്ട് കഴിഞ്ഞിട്ടോ, പിന്നെ കറിയൊന്നും ഉണ്ടാക്കണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ ഇപ്പം തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കുകയാണ്. പിന്നെ ഇവിടെ കറി ഇല്ലാതെ ഇറങ്ങാത്ത ഒരാളുണ്ട് കേട്ടോ, ചിഞ്ചുമോള്. അപ്പോൾ അവൾക്ക് രാത്രി നമ്മൾ ചോറിനുണ്ടാക്കിയ മീൻ പൊരിച്ചതിൻ്റെ ബാക്കി, അപ്പോൾ അത് വെച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു. പിന്നെ പാത്രങ്ങളൊക്കെ കഴുകി വെച്ചു. ഇന്ന് പാത്രങ്ങൾ കുറച്ചുള്ളതിനിട്ട് കഴുകാൻ, കറിയൊന്നും ഉണ്ടാക്കാത്തതുകൊണ്ട്. പിന്നെ അങ്ങനെ ഒരുപാട് പാത്രങ്ങളൊന്നും ഇല്ല ഇനി കഴുകാൻ. മറ്റേത് കറി എടുക്കണ പാത്രവും പിന്നെ കറിയൊക്കെ പാർന്ന് കഴിക്കണ പാത്രമൊക്കെ ആയിട്ട് ഇഷ്ടംപോലെ ഉണ്ടാവും രാവിലെ കഴുകാനും. അപ്പോൾ അതവിടെ മാറ്റി വെച്ചിട്ടാണ് ചോറിന് വെള്ളം വെക്കുക സാധാരണ. അപ്പോൾ ഇന്ന് പാത്രങ്ങളൊക്കെ കഴുകി വെച്ച് കൗണ്ടർ ടോപ്പൊക്കെ വൃത്തിയാക്കിയിട്ടിട്ടാണ് കേട്ടോ അടുപ്പ് കത്തിക്കാൻ വന്നിട്ടുള്ളത്. ഇനി ചോറ് വെക്കാനുള്ള വെള്ളം ഇവിടെ അടുപ്പത്ത് വെക്കും. എന്നിട്ട് നമുക്ക് കൂട്ടാൻ ഉണ്ടാക്കാനുള്ളതൊക്കെ റെഡിയാക്കി വെക്കും. എന്നിട്ട് ചോറ് വന്നിട്ട് പിന്നെ ആ ഒരു അടുപ്പിൽ വേഗം കൂട്ടാനും ഉണ്ടാക്കിയെടുക്കും. പിന്നെ അതിൻ്റെ ഇടയിൽ നമ്മളെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിയണ്ടേ. അപ്പോൾ അതൊന്നും ഞാൻ അങ്ങനെ വീഡിയോയിൽ ഉൾപ്പെടുത്തലില്ല കേട്ടോ. അതൊക്കെ ഇതിൻ്റെ ഇടയിൽ ചെയ്യലുണ്ട്. എനിക്ക് കുക്കിംഗ് വീഡിയോയിൽ കാണിക്കണതാണ് കേട്ടോ ഇഷ്ടം. അപ്പോൾ എൻ്റെ വീഡിയോസിലൊക്കെ അധികം കുക്ക് ചെയ്യണത് തന്നെ ഉണ്ടാവുള്ളൂ. അല്ലാതെ നമ്മൾ ക്ലീനിങ്ങും കാര്യങ്ങളൊന്നും വല്ലാതെ ഒന്നും ഉണ്ടാവില്ല. എന്നാലും ഇടയ്ക്കൊക്കെ ഉണ്ടാവും ചെയ്യും. ഇടയ്ക്കൊക്കെ നിങ്ങൾക്ക് തന്നെ കണ്ട് ബോറടിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഇടയ്ക്കൊക്കെ അങ്ങനത്തെ വീഡിയോസൊക്കെ ഇതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ ഉൾപ്പെടുത്തുകയൊക്കെ ചെയ്യും. അപ്പോൾ ഞാനിതാ ചോറിന് വെള്ളം വെച്ച് ഇനിയിപ്പോൾ കറി ഉണ്ടാക്കാൻ പോയിട്ട് മുരിങ്ങ ഒടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് മുരിങ്ങ കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യം മുരിങ്ങ ഊരി വെക്കുന്നുണ്ട്. പിന്നെ മീനൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ, മീൻകാരൻ വരാനാവണുള്ളൂ. അപ്പോൾ മീനും വേണം വാങ്ങിക്കുക. അപ്പോൾ ഞാൻ മുരിങ്ങ ഊരി വെക്കുന്നുണ്ട് ആദ്യം. പിന്നെ നമുക്ക് ഉപ്പേരി ഉണ്ടാക്കാൻ ഇടിച്ചക്ക ഉണ്ടല്ലോ, ഇടിച്ചക്ക കിട്ടിയിട്ടുണ്ട്. നമ്മൾ അടുത്ത വീട്ടിൽ നിന്ന് കിട്ടിയതാണ് കേട്ടോ, ഇന്നലെ കിട്ടിയതാണ്. അപ്പോൾ അതുകൊണ്ട് ഉപ്പേരി ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അങ്ങനെ മുരിങ്ങയൊക്കെ ഊരി വെച്ചിട്ടുണ്ട്. പിന്നെ ആ ഇടിച്ചക്കയും കൂടി ഒന്ന് തൊലിയൊക്കെ കളഞ്ഞ് റെഡിയാക്കട്ടെ കേട്ടോ. ഞങ്ങളിതിന് ഇടിച്ചക്ക എന്നാണ് കേട്ടോ പറയൽ. നിങ്ങളൊക്കെ എന്താ പറയലൊന്ന് കമൻറ്റ് ചെയ്യുകൊണ്ട്. നമ്മളെ ചക്കൻ്റെ ചെറിയ കുട്ടി ഉണ്ടല്ലോ, അതാണ് കേട്ടോ. അപ്പോൾ ഞാനൊരു പേപ്പർ വിരിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മളെ കൗണ്ടർ ടോപ്പുമ്പോൾ. ഇല്ലെങ്കിൽ പിന്നെ വളഞ്ഞൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ ഗതിയുടെക്കാരം അതൊക്കെ ക്ലീൻ ആക്കാൻ നിൽക്കേണ്ടി വരും. എന്നിട്ട് അതിൽ വെച്ചിട്ടാണ് കേട്ടോ ഇത് മുറിച്ചെടുക്കണത്. പിന്നെ ഇത് ഇന്നലെ കിട്ടിയതാണ് കേട്ടോ, ഇന്നലെ എനിക്ക് വെക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇന്ന് വെക്കാമെന്ന് വിചാരിച്ചു.
അങ്ങനെ ഞാനിതാ നടുക്ക് മുറിച്ച് കൊടുക്കുന്നുണ്ട് ഇത്. പിന്നെ ഇതിൻ്റെ ബാക്ക് വശം ഒന്ന് കട്ട് ചെയ്ത് കളയുന്നുണ്ട്. നല്ല കട്ടിയാണ് കേട്ടോ ഇതിൻ്റെ തൊലിക്ക്. അപ്പോൾ ഞാനിതിൻ്റെ തൊലി കളയൽ എങ്ങനെയാ വെച്ചാൽ ഞാൻ കുറേ പീസാക്കി കൊടുക്കും കേട്ടോ. അതേപോലെ ഇങ്ങനെ ചെറിയ ചെറിയ പീസാക്കി കൊടുക്കും, എന്നിട്ടാണ് കേട്ടോ തൊലി കളയൽ. അങ്ങനെ ആകുമ്പോൾ നമുക്ക് കയ്യിൽ പിടിച്ചിട്ട് പിന്നെ ശരിക്ക് തൊലി കളയാനും കഴിയും. ഇത് വലിയതാവുമ്പോൾ അങ്ങനെ തൊലി ചെത്തിയെടുക്കാൻ ശരിക്കും അങ്ങോട്ട് കഴിയൂല കേട്ടോ. പിന്നെ ഇതിൻ്റെ വളഞ്ഞ് പോകാൻ വേണ്ടിയിട്ട് ഞാൻ ചകിരി ഉണ്ടല്ലോ, ചകിരി എടുത്തുകൊണ്ട് വന്നിട്ട് അതുകൊണ്ട് ഇങ്ങനെ വളഞ്ഞ് ഒപ്പിയെടുക്കാണ് കേട്ടോ. അപ്പോൾ നല്ല ക്ലീൻ ആയിട്ട് കിട്ടും. അപ്പോൾ അതിൻ്റെ മുന്നേ കഴിയുമ്പോൾ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ആക്കി കൊടുത്തിട്ടുണ്ട്, പിന്നെ വളഞ്ഞ് ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ചിലരൊക്കെ ഇടിച്ചക്കയും മുതിരയും വെക്കൂലേ. എൻ്റെ അമ്മയൊക്കെ അങ്ങനെയാണ് കേട്ടോ വെക്കൽ. ഇടിച്ചക്കയും മുതിരയും വെക്കും, അതേപോലെ ഇടിച്ചക്കയും മമ്പയറും വെക്കും, ഇടിച്ചക്കയും ചെറുപയറും അങ്ങനെയൊക്കെ വെക്കും. നമ്മളിന്നിപ്പോൾ ഇടിച്ചക്ക മാത്രമാണ് കേട്ടോ, പിന്നെ ഇടിച്ചക്ക മാത്രമാണ് ഉപ്പേരി ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് ആ തൊലിയൊക്കെ കളഞ്ഞാണ്ട് ഞാൻ പിന്നെ ഇതിങ്ങനെ കട്ട് ചെയ്തിട്ട് ഇതിൽ തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ, ഒരു ഭാഗത്താക്കിയിട്ട്. ഇനി അതൊരു പാത്രത്തേക്ക് മാറ്റി കൊടുത്തിട്ട് പിന്നെ നമ്മുടെ പിന്നെ ചക്കൻ്റെ വേസ്റ്റും കാര്യങ്ങളൊക്കെ പുറത്ത് കൊണ്ടുപോയിടാണ് കേട്ടോ. ഇങ്ങനെ പാത്രത്തിലാവുമ്പം ഒരു ബുദ്ധിമുട്ടുമില്ല, നമുക്ക് കൗണ്ടർ ടോപ്പ് ക്ലീൻ ആക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിങ്ങനെ കൂട്ടിപ്പിടിച്ചിട്ട് കൊണ്ടുപോയാണ്ട് വേസ്റ്റ് കൊണ്ടുപോയി കളഞ്ഞാൽ മതി. പിന്നെ വളഞ്ഞൊക്കെ ഉണ്ടായതുകൊണ്ടേ എല്ലായിടത്തും ആക്കും കുട്ടികൾ. അപ്പോൾ ഞാനിത് തെങ്ങുംകുഴിയിലാണ് കേട്ടോ കൊണ്ടുപോയിടുക. അങ്ങനെ അതൊക്കെ കൊണ്ടുപോയിട്ടു. പിന്നെ നമുക്ക് ചോറിനുള്ള അരി ഒന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്, അരി കളന്ന് വെച്ച് ഇനി ഇതൊന്ന് വേഗം കഴുകി കൊണ്ടുപോയിടട്ടെ കേട്ടോ. എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. നമ്മൾ റേഷൻ കടയിൽ നിന്ന് തന്നെയാണ് കേട്ടോ അരി വാങ്ങിക്കൽ. റേഷൻ കടയിലത്തെ അരി അധികമൊന്നും ഉണ്ടാവില്ല, 12 കിലോനെ നമുക്ക് കിട്ടുള്ളൂ. അത് 1/2 കിലോ പച്ചരിയും 1/2 കിലോ ചാക്കരിയായിട്ട് അങ്ങനെ കിട്ടുക. അപ്പോൾ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോഴും ഇങ്ങനത്തെ അരി നോക്കിയിട്ട് തന്നെയാണ് കേട്ടോ വാങ്ങിക്കൽ. വേവുള്ള അരി ആയാലും ബാബുവിനും കുട്ടികൾക്കൊന്നും ചോറ് ഇറങ്ങൂല. എനിക്ക് പിന്നെ എങ്ങനത്തെ അരി ആയാലും കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോൾ മട്ടരി ആണെങ്കിലും കുഴപ്പമില്ല. അവർക്ക് ഉപ്പച്ചക്കും മക്കൾക്കും ഒന്നും മട്ടരിയും പറ്റൂല, അതേപോലെ വേവുള്ള അരിയും പറ്റൂല. അപ്പോൾ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുമ്പോഴും ഇതേപോലെയുള്ള അരി തന്നെയാണ് കേട്ടോ വാങ്ങിക്കൽ. അതുകൊണ്ട് സുഖമാണേനും പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അരി ഇട്ട് കൊടുത്ത് കുറച്ച് കഴിയുമ്പോൾ തന്നെ ചോറ് വേവും. അപ്പോൾ അരിയൊക്കെ ഇട്ട് കൊടുത്തു. പിന്നെ അതാ ഞാൻ നമ്മളെ കുക്കറിൽ പിന്നെ ഇടിച്ചക്ക ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇടിച്ചക്ക ഞാനൊന്ന് കഴുകിയിട്ടുണ്ട്. പിന്നെ ഞാൻ വലിയ പീസാക്കിയിട്ട് തന്നെയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് വെന്ത് കഴിഞ്ഞാൽ ഉടച്ചെടുത്താൽ മതി. പിന്നെ ഇതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും പിന്നെ ഒരു 1/2 ഗ്ലാസ് വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ എരിവിന് മുളക് പൊടി അങ്ങനെയുള്ളതൊന്നും ഇപ്പോൾ ചേർക്കണില്ല. നമുക്ക് തേങ്ങയൊക്കെ ചതച്ചിട്ട് ഇതിൻ്റെ കൂടെ ചേർക്കണം. അപ്പോൾ നമുക്ക് ചേർത്ത് കൊടുക്കുക എരിവിനുള്ളതൊക്കെ. കുക്കറിലാവുമ്പോൾ വേഗം വേവുമല്ലോ, അതിനാണ് കേട്ടോ കുക്കർക്ക് വെച്ച് കൊടുത്തിരിക്കുന്നത്. പിന്നെ ചോറ് വന്നിട്ട് നമുക്ക് മീൻ പൊരിച്ചെടുക്കാനൊക്കെ ഉണ്ട്. മീൻകാരൻ വന്നിട്ടുണ്ട് ഇനി അതിൻ്റെ ഇടയിൽ. അപ്പോൾ മീനൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ഇന്ന് വാങ്ങിച്ചിട്ടുള്ള മീനാണെങ്കിലോ ചെറിയ കുഞ്ഞി മത്തി ഉണ്ടല്ലോ, അതാണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ അത് നന്നാക്കാൻ തന്നെ കുറച്ച് ടൈം എടുക്കും. പിന്നെ ഇന്ന് മീൻകാരൻ്റെ അടുത്ത് ഇങ്ങനത്തെ മീനും അതേപോലെ ചെമ്പല്ലി പിന്നെ കഷ്ണമീനൊക്കെ ആണിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ഈ കുഞ്ഞിമത്തി കണ്ടപ്പോൾ ഇത് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. എനിക്കിഷ്ടമാണ് കേട്ടോ കുഞ്ഞിമത്തി, കുറേ ദിവസമായിക്കണം ഇങ്ങനത്തെ മത്തി മീനൊക്കെ കഴിച്ചിട്ട്. അപ്പോൾ മീനൊക്കെ ഞാൻ നന്നാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. എന്നിട്ട് കല്ലുപ്പൊക്കെ ഇട്ടിട്ട് നല്ലോണം കഴുകി പിന്നെ ഇതായിക്ക് മസാലയൊക്കെ തേച്ച് വെക്കുകയാണ് കേട്ടോ. മസാല സാധാരണ നമ്മളെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും പിന്നെ മല്ലിപ്പൊടി ഇല്ല, ആവശ്യത്തിന് ഉപ്പും കുറച്ച് സുർക്കയൊക്കെ ചേർത്തിട്ട് മീൻ മസാലയൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ മസാലയൊക്കെ പിടിക്കട്ടെ. അപ്പോൾ തന്നെ നമ്മളെ ചോറ് വെന്ത് ചോറ് ഊറ്റി വെച്ചു. അതേപോലെ തന്നെ നമ്മളെ ഇടിച്ചക്കയൊക്കെ വെന്തിട്ടുണ്ടായിന് കേട്ടോ. കുക്കറൊക്കെ വിസിലടിച്ച് ഞാൻ ഓഫ് ചെയ്ത് വെച്ചിനി. പിന്നെ അടുപ്പ് കഴിഞ്ഞപ്പോൾ മുരിങ്ങക്കറി ഉണ്ടാക്കുകയാണ് കേട്ടോ ആദ്യം. അപ്പോൾ ഞാനൊരു ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ചിട്ട് അതിക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. പിന്നെ ചെറിയ ഉള്ളിയും വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. ആദ്യം വെളുത്തുള്ളി ഇട്ട് കൊടുത്തു, എന്നിട്ട് കുറച്ച് ചെറിയ ഉള്ളി അരിഞ്ഞത് ഇട്ട് കൊടുത്തു. കുറച്ച് ചെറിയ ഉള്ളി ഞാനവിടെ മാറ്റി വെച്ചിട്ടുണ്ട് നമുക്ക് ഇടിച്ചക്ക ഉപ്പേരിക്ക് ഇടാൻ വേണ്ടിയിട്ട്. പിന്നെ ഈ ഉള്ളിയൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ട് ഇതിലേക്ക് ഞാൻ കുറച്ച് മുളക് പൊടിയും അതേപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുരിങ്ങക്കറി പലരും പല രീതിയിലും ഉണ്ടാക്കും. പരിപ്പും മുരിങ്ങ ഉണ്ടാക്കും. പരിപ്പും മുരിങ്ങ നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ. ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ പരിപ്പ് ഇന്ന് ഉണ്ടാക്കണ്ടെന്ന് വിചാരിച്ചു. എന്നും പരിപ്പാകുമ്പോൾ ഒരു രസം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഇന്ന് വെറും മുരിങ്ങയും തേങ്ങയൊക്കെ അരച്ചിട്ടൊരു കറിയാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ആ പൊടികളൊക്കെ മൂത്ത് വന്നപ്പോൾ നമ്മൾ ഇവിടെ കഴുകി വെച്ചിന് കേട്ടോ മുരിങ്ങ, അതായി ഇട്ട് കൊടുത്തു. എന്നിട്ട് ആ എണ്ണയിലിട്ടിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. കുറേ സമയം മുരിങ്ങ വേവിച്ചെടുക്കരുത് കേട്ടോ. മുരിങ്ങ വെന്ത് കഴിഞ്ഞാൽ കഴിക്കും കറി. അപ്പോൾ ഒന്ന് ഇങ്ങോട്ട് ആ എണ്ണയിലിട്ടിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക. എന്നിട്ട് കുറച്ച് കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ആ കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുത്ത് അതൊന്ന് തിളച്ച് വരുമ്പോഴത്തേന് ഇതിലേക്കുള്ള അരപ്പൊന്ന് റെഡിയാക്കി എടുക്കണം. തേങ്ങയൊക്കെ ഞാൻ ചിരകി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിക്ക് ചെറിയ ഉള്ളി ഒരു 2-3 ചെറിയ ഉള്ളി പിന്നെ ഒരു 2-3 അല്ലി വെളുത്തുള്ളി എടുത്തിക്കണ്. പിന്നെ അതേപോലെ തന്നെ 2 കാന്താരി മുളക് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ കുറച്ച് മുളക് പൊടിയും ചേർത്തിട്ടുണ്ട്. കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ ഞാൻ ചേർത്തിട്ടുള്ളത്. അതൊരു കളറ് കിട്ടാൻ വേണ്ടി ചേർത്തുന്നുള്ളൂ. നമ്മൾ എരിവിന് മുളക് പൊടി ചേർത്തിക്കണമല്ലോ കറിക്ക്. പിന്നെ കാന്താരി മുളകും ചേർത്തിട്ടുണ്ട് തേങ്ങ അരച്ചപ്പം. അപ്പോൾ ഒരു കളറ് കിട്ടാൻ വേണ്ടി മാത്രം കുറച്ച് കാശ്മീരി മുളക് പൊടി ചേർത്തതാണ് കേട്ടോ. അങ്ങനെ വേഗം തേങ്ങ അരച്ചിട്ട് അതിക്ക് കൊണ്ടുവന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി തിളച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ കറി വാങ്ങി വെക്കുക, അല്ലെങ്കിൽ കഴിച്ചിട്ട് ഒരു ടേസ്റ്റും ഉണ്ടാവില്ല കേട്ടോ.
പിന്നെ മുരിങ്ങക്കറി മണ്ണിൻ്റെ ചട്ടിയിൽ വെക്കുമ്പോൾ കറി വെന്ത് കഴിഞ്ഞാൽ അപ്പം തന്നെ അതിന് മാറ്റി വെക്കുകയാണ് കേട്ടോ നല്ലത്. മണ്ണിൻ്റെ ചട്ടിയാകുമ്പോൾ നല്ലോണം ചൂടുണ്ടാവുമല്ലോ, അപ്പോൾ ആ ചൂടിൽ കടന്നിട്ട് മുരിങ്ങ ഒന്നും കൂടെ വേവും. അപ്പോൾ ഞാനത് വേറെ ചെറിയ പാത്രത്തേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ, അകത്തേക്ക് കൊണ്ടുപോയിട്ട്. പിന്നെ അടുപ്പ് കഴിഞ്ഞപ്പോൾ നമ്മൾ മീൻ പൊരിക്കാനുള്ള ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മീൻ പൊരിച്ചെടുക്കുന്നതിൻ്റെ ഇടയിൽ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പറയാം കേട്ടോ. എനിക്കറിയുന്ന ചെറിയ ഒരു അറിവും കാര്യങ്ങളൊക്കെ നിങ്ങളായിട്ട് പിന്നെ ഷെയർ ചെയ്യാന്നുള്ളൂ കേട്ടോ. അല്ലാതെ എനിക്ക് വലിയ അറിവും കാര്യങ്ങളൊന്നും ഇല്ല. എൻ്റെ ജീവിതത്തിൽ ഞാൻ പഠിച്ച കുറച്ച് പാഠങ്ങളും കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. ഞാൻ തമ്മിൽ പറഞ്ഞില്ലേ, ജീവിതം വളരെ വിലപ്പെട്ടതാണ്, ദുഃഖിച്ചും വിലപിച്ചും ആകുലപ്പെട്ടും അത് നഷ്ടമാക്കരുത് എന്നൊക്കെ. അപ്പോൾ അതൊക്കെ എല്ലാവർക്കും അറിയാം, ജീവിതം വളരെ വിലപ്പെട്ടതാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയണത് തന്നെയാണ്. പക്ഷേ ചില ആൾക്കാരുണ്ട് ഓരോ ജീവിതം മാത്രം ദുഃഖം മാത്രം നിറഞ്ഞതാണെന്നൊക്കെ വിചാരിച്ച് കഴിയുന്ന കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ ദുഃഖം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഉണ്ടാവും. ദുഃഖം സങ്കടം ഒക്കെ ഉണ്ടെങ്കിലുള്ളൂ സന്തോഷം, ഒക്കെ ഉണ്ടെങ്കിലുള്ളൂ ജീവിതമാകല്ലേ. അപ്പോൾ നമ്മൾ മാക്സിമം എന്ത് ദുഃഖം ഉണ്ടെന്നുണ്ടെങ്കിലും ആ ദുഃഖത്തിലും നമ്മൾ സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കണം. അപ്പോഴുള്ളൂ നമ്മൾ ജീവിതത്തിൽ വിജയിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ആഗ്രഹങ്ങളൊന്നും നമ്മൾ പിന്നേക്കൊക്കെ മാറ്റി വെക്കരുത്. ആഗ്രഹങ്ങളൊക്കെ നമ്മൾ കഴിവതും നിറവേറ്റാൻ തന്നെ ശ്രമിക്കുക. കാരണം നമ്മളെപ്പോഴാണ് മരിക്കുന്നതെന്നൊന്നും നമുക്കറിയില്ലല്ലോ. അപ്പോൾ കുറേ കാര്യങ്ങൾ ഇങ്ങനെ മനസ്സിൽ വെച്ച് കൊണ്ടു നടന്നിട്ടൊന്നും കാര്യമില്ല. നമുക്ക് ആഗ്രഹമുള്ളതൊക്കെ നമ്മൾ ചെയ്യണം. എന്നാലുള്ളൂ നമുക്ക് നമ്മളെ ജീവിതത്തിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്തിക്കണമെന്ന് നമുക്ക് തോന്നണ്ടേ. അങ്ങനെ തോന്നൽ വരണമെന്നുണ്ടെങ്കിൽ നമ്മളെ ആഗ്രഹങ്ങളൊക്കെ സഫലമാക്കാൻ ശ്രമിക്കണം. അത് വിചാരിച്ചിട്ട് നമ്മൾ ചീത്ത കാര്യങ്ങൾ ചെയ്യണം എന്നല്ല കേട്ടോ ഞാൻ പറയുന്നത്. നല്ല നല്ല ആഗ്രഹങ്ങൾ ഉണ്ടാവുമല്ലോ, നല്ല നല്ല ആഗ്രഹങ്ങളാണ് ഞാൻ പറയുന്നത് കേട്ടോ. ഒരു മനുഷ്യനാകുമ്പം ചീത്ത ആഗ്രഹങ്ങളും ഉണ്ടാവും, നല്ല ആഗ്രഹങ്ങളും ഒക്കെ ഉണ്ടാവും. എപ്പോഴും നല്ലതിന് വേണ്ടിയിട്ട് മുന്നേറുക, നല്ല ആഗ്രഹങ്ങളൊക്കെ സഫലമാക്കാൻ ശ്രമിക്കുക. അതേപോലെ നമ്മളെ ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്കൊരു വരുമാനമൊക്കെ അത്യാവശ്യക്കാരം, നമ്മൾ വീട്ടമ്മമാരാണെന്നുണ്ടെങ്കിലും. അപ്പോൾ എന്തെങ്കിലുമൊക്കെ നമ്മളെ കൊണ്ട് കഴിയുന്ന ചെറിയ ജോബും കാര്യങ്ങളൊക്കെ തിരഞ്ഞെടുത്തിട്ട് നമ്മളത് ചെയ്യാൻ നോക്കുക. അതേപോലെ നമ്മളെ കുടുംബത്തോടൊപ്പം സന്തോഷത്തോട് കൂടിയിട്ട് ജീവിക്കാൻ ശ്രമിക്കുക. എപ്പോഴും നമ്മളെ ജീവിതത്തിൽ സന്തോഷം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ നമ്മളെ വീട്ടിൽ സന്തോഷം വേണം. നമ്മളെ വീട്ടിൽ സ്നേഹവും സന്തോഷം ഒക്കെ ഉണ്ടാവുമ്പോഴുള്ളൂ നമ്മളെ വീട്ടിൽ ബർക്കത്തും, അതേപോലെ നമ്മൾ ചെയ്യുന്ന ജോലിയിലും നമ്മളെ ഹസ്ബൻഡുമാർ ചെയ്യുന്ന ജോലിയിലൊക്കെ ബർക്കത്ത് ഉണ്ടാവുക. അപ്പോൾ നല്ല ബർക്കത്തുള്ള ജീവിതം നമുക്ക് എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇടിച്ചക്കയൊക്കെ കുക്കറിൽ നോക്കിയപ്പോൾ വെന്തിട്ടുണ്ടായിന് കേട്ടോ. അപ്പോൾ ഞാനൊരു പാത്രത്തേക്കൊക്കെ മാറ്റി കൊടുത്തിട്ടുണ്ടായിന്. അപ്പോൾ കുറച്ച് വേറിയിട്ടുണ്ട്, അത് അത്രക്ക് വേവേണ്ട ആവശ്യമില്ലേനി. പിന്നെ ഞാൻ അതിക്ക് തേങ്ങയും അതേപോലെ കാന്താരി മുളകും കുറച്ച് മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. പിന്നെ മീനൊക്കെ പൊരിച്ചെടുത്തിട്ട് ആ ഒരു ചട്ടിക്ക് തന്നെ കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്തു. പിന്നെ ചെറിയ ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്, ചെറിയ ഉള്ളി ഇട്ടിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. പിന്നെ ഇതിക്ക് വറ്റൽമുളകും കറിവേപ്പിൻ്റെ ഇലയൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഈ മീൻ പൊരിച്ച ചട്ടി കഴുകിയിട്ടൊന്നുമില്ല, അതിക്ക് തന്നെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തേക്കാണ് കേട്ടോ. എന്തായാലും ഇപ്പോൾ മീൻ കഴിക്കാത്തവരൊന്നും ഇപ്പോൾ അവിടെ അല്ല. മീനിൻ്റെ ചെറിയൊരു ചൊവയൊക്കെ ചിലപ്പോൾ ഈ ഒരു ഉപ്പേരിക്ക് ഉണ്ടാവും. എന്നാലും ഞാൻ പിന്നെ കഴുകിയിട്ടൊന്നുമില്ല കേട്ടോ. കഴുകിയാൽ പിന്നെ ഞാൻ ചൂടാവാനൊക്കെ നിൽക്കേണ്ടി വരും. പിന്നെ അതിക്ക് ഇതാ ഞാൻ തേങ്ങ ചതച്ചെന്ന് പറഞ്ഞല്ലോ, അതതിക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇടിച്ചക്കൊക്കെ ഞാനൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ടായിന് കേട്ടോ. ഉടച്ചെടുത്തിട്ട് ഒരു പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് പിന്നെ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇത് കുറച്ച് വേറിയിട്ടുണ്ട് കേട്ടോ. അത്ര വേവേണ്ട ആവശ്യമില്ല. ഇനി നല്ലോണം വെന്തിട്ടാണ് ഇതിങ്ങനെ കട്ട കെട്ടി നിൽക്കുന്നത്. വേവ് പാകമാണെങ്കിൽ ഇങ്ങനെ നല്ല ഡ്രൈ ആയിട്ട് കിട്ടും. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഇത്ര വേവിക്കണ്ട കേട്ടോ. ഞാൻ മീനൊക്കെ നന്നാക്കാനിരുന്നില്ല കുക്കറിൽ ഇത് അടുപ്പത്ത് വെച്ചിട്ട്. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ടാണ് അതിൻ്റെ പ്രഷറൊക്കെ കളഞ്ഞതൊക്കെ. അപ്പോൾ തന്നെ നല്ലോണം വെന്ത് പോയിട്ടോ. അപ്പോൾ അത് നമ്മളെ ചോറിനുള്ള കൂട്ടാനൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇടിച്ചക്ക ഉപ്പേരിയും അതേപോലെ മുരിങ്ങാക്കറിയും പിന്നെ മത്തി പൊരിച്ചതും ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ എനിക്കൊന്നും ഉമ്മാനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോവാണ്ട് കേട്ടോ. ഞാൻ കഴിഞ്ഞ ആഴ്ച പോയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ 10 ദിവസം കഴിഞ്ഞിട്ട് ഉമ്മാനെ കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടായിന്. അപ്പോൾ ഇന്ന് ഉമ്മാനെയും കൊണ്ട് മഞ്ചേരി ഹോസ്പിറ്റലിൽ പോകണം. അപ്പോൾ ചോറും കറികളൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ കുറച്ച് തുണികൾ അലക്കാനുണ്ട്, അങ്ങനെയുള്ള പണികളൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ട് വേണം ഹോസ്പിറ്റലിലേക്ക് പോവാൻ. പിന്നെ അന്നത്തെ ദിവസം നമുക്ക് ഇടാനുള്ള വീഡിയോയിലും കുറച്ച് പണിയൊക്കെ എടുക്കാണ്ട് കേട്ടോ. ഡിസ്ക്രിപ്ഷനും അതേപോലെ ടൈറ്റിലും ടാഗും ഒക്കെ കൊടുക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിൽക്കണം കുറച്ച് നേരം. പിന്നെ കുളിയും നിസ്കാരമൊക്കെ കഴിഞ്ഞ് വന്നിട്ട് വേണം ഫുഡ് കഴിക്കണം എന്നുണ്ടെങ്കിൽ. പിന്നെ അങ്ങനെ ധൃതിയിൽ ഫുഡ് കഴിച്ചാൽ എനിക്ക് പോകില്ല കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് നിസ്കാരമൊക്കെ കഴിഞ്ഞ് വന്നാണ്ട് പിന്നെ ഡ്രസ്സൊക്കെ മാറ്റിക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് 2 മണിയാകുമ്പോഴത്തേനും പോകണം. അപ്പോൾ ഇപ്പോൾ 1:45 സമയം. പിന്നെ ഈ ചോറ് തിന്നാൽ എനിക്ക് പോകുമല്ലേന്നൊന്നും അറിയില്ല. എന്തായാലും ചോറ് ഞാൻ വിളമ്പിയിട്ടുണ്ട്, നിങ്ങൾക്കും കൂടി കാണാൻ വേണ്ടിയിട്ട് വിളമ്പിയതാണ് കേട്ടോ. അപ്പോൾ ഓട്ടോ വരും പറഞ്ഞിരിക്കണം ഇപ്പോൾ. അപ്പോഴത്തേന് വേഗം ഫുഡ് കഴിക്കാൻ നോക്കട്ടെ. എനിക്കിങ്ങനെ ധൃതി പിടിച്ച് കഴിച്ചാൽ പോകില്ല കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ചോറ് കഴിച്ച് ബാക്കി ചിഞ്ചുമോക്ക് കൊടുത്തിട്ട് പിന്നെ
ഉമ്മാനെയും കൊണ്ട് ഡോക്ടറെ കാണിക്കാൻ പോയി. ഡോക്ടറെയൊക്കെ കാണിച്ച് പിന്നെ ഞങ്ങൾ ഒക്കെ കഴിഞ്ഞ് പോന്നപ്പം ചായ കുടിക്കാൻ വേണ്ടിയിട്ട് കയറിയതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഒരു സമൂസ വാങ്ങി. പിന്നെ ഞങ്ങൾ അടുത്ത വീട്ടിലത്തെ ഒരു താത്ത ഉണ്ടായിന് കേട്ടോ ഞങ്ങളെ കൂടെ. താത്താക്ക് കൈവേദനയാണ്. അപ്പോൾ താത്താനെ അവിടെ കാണിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളെ കൂടെ പോന്നിട്ടുണ്ടായിന്. അപ്പോൾ ഒരിക്കൽ രണ്ടാൾക്കും കലത്തപ്പം മതി എന്ന് പറഞ്ഞു ഒരു രണ്ടാളും കലത്തപ്പം വാങ്ങിച്ചു. ഞാൻ സമൂസയും വാങ്ങിച്ചു. അങ്ങനെ ഇന്നത്തെ നമ്മളെ വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിക്കാണെങ്കിൽ ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാ നമുക്ക് നാളെ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.